എന്ന ഈ താത്വിക പരമ്പരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇടയൻ്റെ മനസ്സ് എങ്ങനെയാണെന്നാണ്. മോശയിലേക്ക് നമ്മൾ മിഴി ഉയർത്തിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, ഇടയൻ കരുതലുള്ളവനാകണം, കാവലിരിക്കുന്നവനാകണം, ഇടയൻ കാരുണ്യമുള്ളവനാകണമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ആദർശമാണ്, ഏറ്റവും വലിയ മാതൃകയാണ് നമ്മൾ ഈശോയിൽ കണ്ടെത്തുക. കരുതലുള്ളവനായ ഈശോ. നമ്മൾ കണ്ടു, തിബേരിയൂസ് കടൽ തീരത്ത് വിശന്നു വലഞ്ഞു വരുന്ന ശിഷ്യർക്കു വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ സുവിശേഷത്തിലെ മറ്റ് അനുഭവങ്ങളിലൊക്കെ ഈശോയുടെ കരുതൽ നാം തിരിച്ചറിയുന്നു. അപ്പത്തരികളിൽ നിന്നും സദ്യയുടെ ഉത്സവമൊരുക്കിയ കർത്താവ്, കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിക്ക് മാപ്പ് കൊടുക്കുന്ന കർത്താവ്, പരീശൻ്റെ വീട്ടിൽ ഊണിന് പോകുമ്പോൾ തൻ്റെ കാല് കഴുകി ചുംബിക്കുന്ന പാപിനിയായ സ്ത്രീയോട് കരുണ കാണിക്കുന്ന കർത്താവ്, കാനാൻകാരി സ്ത്രീയോട് കരുണ കാണിക്കുന്നവൻ. ഇങ്ങനെ വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത് ഈശോയുടെ കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ കഥയാണ്. ഈ കരുതലും കാരുണ്യവുമാണ് നാം ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ടത്. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, അധീന ബന്ധങ്ങളിലൊക്കെ, അജപാലന മേഖലയിലൊക്കെ ഈ കരുതലുള്ളവനായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഇനി നമുക്ക് അടുത്ത ചിന്തയിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഇടയൻ കരുതലുള്ളവനാണ്, ഒപ്പം കാവലിരിക്കുന്നവനാണെന്ന്. നമുക്കറിയാം, ഇസ്രായേലിലെ ആടുകളെ ആലയിൽ അടച്ച ശേഷം ഇടയൻ വാതിൽക്കൽ ഇങ്ങനെ കിടക്കും കാവലായിട്ട്. ഇടയനെ ചവിട്ടി മാത്രമേ ആടുകൾക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ, ആല വിട്ട്. അപ്പോൾ ഇടയൻ അറിയും ആട് ആല വിട്ട് പുറത്തു പോയാൽ. അതുപോലെ തന്നെ കള്ളന്മാരോ കാട്ടുമൃഗങ്ങളോ ആടിനെ പിടിക്കുവാൻ വന്നാൽ ഇടയനെ കൊന്നിട്ട് മാത്രമേ അവയ്ക്ക് ആടുകളെ മോഷ്ടിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ കാവലിരിക്കുന്ന, കണ്ണു നട്ടിരിക്കുന്ന ഇടയസങ്കല്പം, അതായിരുന്നു ഈശോ എന്ന് നമുക്കറിയാം. ഇനി എപ്പോഴൊക്കെ ഇടയന്മാർ ഉറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആടുകൾ ചിതറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ അജപാലന മേഖലയിൽ ഇടയൻ ഉറങ്ങുകയാണെങ്കിൽ ആടുകൾ ചിതറിപ്പോകുമെന്നുള്ള ഉറപ്പാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കന്യകമാരുടെ കഥ. ഭോഷികളായ കന്യകമാർ, ബുദ്ധിമതികളായ കന്യകമാർ, ഒരു ജന്മം മുഴുവനും മണവാളൻ്റെ വരവിന് വേണ്ടി കണ്ണു നട്ട് കാതോർത്തിരുന്നവരാണ്. ഒടുവിൽ മണവാളൻ വരുമ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ ഇരിക്കുന്ന ഭോഷികളായ കന്യകമാർ എണ്ണയും വാങ്ങി മടങ്ങി വരുമ്പോൾ വാതിലടയ്ക്കപ്പെടുന്നു. മണവാളനെ വിളിക്കുമ്പോൾ അകത്തുനിന്ന് കിട്ടുന്ന ഉത്തരം ഇതാണ്, ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല എന്ന്. ഒരു ജന്മം മുഴുവനും ഈ ഒരു ദിവസത്തിനു വേണ്ടി മണവാളനോടൊത്ത് മണവറയിൽ പ്രവേശിക്കുവാനായി കാത്തിരുന്ന ഈ കുട്ടികൾ ഒടുവിൽ മണവാളൻ വരുമ്പോൾ എണ്ണയില്ലാതെ, ഒരുങ്ങാതെ, വിളക്ക് തെളിക്കുവാൻ കഴിയാതെ
പുറത്ത് ആക്കപ്പെടുന്ന ദൈനിക രംഗം നമ്മൾ കാണുന്നുണ്ട്. ഉറങ്ങിപ്പോകുന്ന കന്യകമാർ. നമുക്കറിയാം, കർത്താവ് ഗത്സേമനിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ശിഷ്യന്മാർ തൻ്റെ അകലെ മാറി പ്രാർത്ഥിക്കുവാൻ ഈശോ അവരെ വിട്ടതാ. പലവട്ടം പോയി ഈശോ നോക്കുമ്പോഴും ശിഷ്യർ ഉറങ്ങുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഉറങ്ങുന്ന ശിഷ്യരിൽ നിന്നും ഉണർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിലേക്കുള്ള ദൂരമാണ് വൈദിക ജീവിതം എന്ന് നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിലേക്ക് ചുവടുകൾ വയ്ക്കുന്നുവോ അവിടെ ആണെന്ന ശിഷ്യത്വത്തിൻ്റെ ചുവട് വയ്പ്പുകളായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എപ്പോഴൊക്കെ ഇടയൻ ഉറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആടുകൾ ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇടവവികാരി ഉറങ്ങിപ്പോയിട്ടുണ്ടോ ആടുകളെ ശ്രദ്ധിക്കാതെ അപ്പോഴൊക്കെ ഇടവക ജനങ്ങൾ ചിതറിപ്പോയിട്ടുണ്ട്. അത് മെത്രാനച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും മാർപ്പാപ്പയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സഭയുടെ ചരിത്രത്തിൽ ഇടയൻ ഉണർന്നിരുന്ന് കാവലിരിക്കുന്നവനാകണം. ഇനി മൂന്നാമത്തെ ഭാവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇടയൻ്റെ മനസ്സിലേക്ക്. ഇടയൻ കാരുണ്യം ഉള്ളവനായിരിക്കണം. വീണ്ടും നമുക്ക് ഈശോയിലേക്ക് കടന്നു വരാം, നല്ല ഇടയനായ ഈശോയിലേക്ക്. ഇസ്രായേലിലെ ഓരോ ഇസ്രായേലിനും ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പോയി പ്രാർത്ഥിക്കുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഇനി യഹോവയ്ക്ക് അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളൊക്കെ പരിപൂർണമായിരിക്കണം. ഒന്നിനും ഒരു കേട് സംഭവിക്കാൻ പാടില്ല. അതായത് രോമം കത്തിച്ച ആട്ടിൻകുട്ടി സ്വീകാര്യമായിരുന്നില്ല. ചിറക് കൊഴിഞ്ഞ പ്രാവുകൾ ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. ഇതള് കൊഴിഞ്ഞ പൂക്കൾ ഒരിക്കലും എടുക്കുകയായി അർപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒപ്പം പുഴുക്കുത്തേറ്റ കനികളും. കാരണം യഹോവയ്ക്ക് അർപ്പിക്കപ്പെടുന്നതൊക്കെ പരിപൂർണമായിരിക്കണം. ഈ കാഴ്ചവസ്തുക്കളെ പരിശോധിക്കുവാനായിട്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ വാതിക്കൽ പുരോഹിതൻ്റെ നേതൃത്വത്തിലൊരു സംഘമുണ്ടായിരുന്നു. ഒരിടത്ത് ഒരു കർഷകന് ഒരാടും കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ ആട്ടിൻകുഞ്ഞ് മുടന്തുള്ള ആട്ടിൻകുട്ടിയായിരുന്നു. ആടുകളെ മേയ്ക്കുവാൻ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ മുടന്തുള്ള ആട്ടിൻകുട്ടിക്ക് ഒപ്പം ഓടിയെത്തുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഇടയന്മാർക്ക് ഈ ആട്ടിൻകുട്ടിയെ ഇഷ്ടമില്ലായിരുന്നു. മുടന്തുള്ള ആട്ടിൻകുട്ടിയെ ഇഷ്ടമില്ല. അവർ കൂടെ കൊണ്ടുപോകാൻ മടിച്ചിരുന്നു. കാരണം ഒപ്പം ഓടിയെത്താൻ കഴിയാത്തത് കൊണ്ട്. മുടന്തുള്ള ആട്ടിൻകുട്ടിക്ക് ആകാര ഭംഗി ഇല്ലാതിരുന്നത് കൊണ്ട് ഗ്രാമത്തിലെ പെൺകുട്ടികൾ ആരും ഈ പാപം ആട്ടിൻകുട്ടിയെ ഓമനിച്ചിരുന്നില്ല. നമുക്കറിയാം, കാണാൻ ചേലുള്ള ആട്ടിൻകുഞ്ഞിനെ നമ്മളൊക്കെ എടുത്ത് ഓമനിക്കാറുണ്ട് മടിയിൽ വെച്ച്. ഈ ഗ്രാമീണ കന്യകമാരാരും ഈ പാവം മുടന്തുള്ള ആട്ടിൻകുട്ടിയെ ഓമനിച്ചില്ല. എവിടെയും അവൻ തിരസ്കരിക്കപ്പെട്ടു. ഈ ആട്ടിൻകുട്ടി ഒരു പ്രശ്നമായി കർഷകന്. ഒടുവിൽ അയാൾ തീരുമാനിച്ചു, യഹോവയ്ക്ക് കൊടുത്തേക്കാം, പള്ളിക്ക് കൊടുത്തേക്കാം. യഹോവയുടെ മനസ്സിൽ മുടന്തുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഇടമുണ്ടല്ലോ. അങ്ങനെ കർഷകൻ മുടന്തുള്ള ആട്ടിൻകുട്ടിയുമായി ജെറുസലേം ദേവാലയത്തിലെത്തി. പരിശോധക സംഘം നിരീക്ഷിച്ചു. മുടന്തുള്ള ആട്ടിൻകുട്ടി സ്വീകാര്യമല്ല. അവർ കർഷകനെയും ആട്ടിൻകുട്ടിയെയും
ഓടിച്ച് പുറത്താക്കി. പാവം ആട്ടിൻകുട്ടി, മുടന്തുള്ള ആട്ടിൻകുട്ടി മുറിവേറ്റു. മുറിവേറ്റ ആട്ടിൻകുട്ടി ദേവാലയത്തിൻ്റെ പടവുകൾ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത്, അകലെ നിന്നും ഇടയൻ ആടുകളെ തെളിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടി ഒതുക്കത്തിലെ സൈഡിലേക്ക് മാറി നിന്നു. ഇടയനും ആട്ടിൻകൂട്ടവും കടന്നു പൊയ്ക്കൊള്ളട്ടെ എന്ന് കരുതി. അത്ഭുതമെന്ന് പറയട്ടെ, ഇടയൻ ഈ തെല്ലുമറിഞ്ഞിരിക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് വന്ന് അതിനെ കൈകളിൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തടച്ച് അതിന് നെറ്റിയിൽ ചുംബിച്ചു. ഇടയൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞു ആട്ടിൻകുട്ടി. അതോടെ അവൻ്റെ ദുഃഖങ്ങളെല്ലാം പോയി, അവൻ്റെ വേദനകളെല്ലാം പോയി, അവൻ്റെ മുറിവുകൾ സൗഖ്യമായി. കടന്നു പോകുന്ന വഴികളിലെ വേദനകളൊക്കെ ഈ പാവം ആട്ടിൻകുട്ടി മറന്നു. മറ്റ് ആട്ടിൻകൂട്ടങ്ങൾ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയുടെ സൗഭാഗ്യത്തിൽ അസൂയപ്പെട്ടു. മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടിയെ തോളിലേറ്റുന്ന കരുണയുള്ള നല്ല ഇടയൻ, അതാണ് ക്രിസ്തു, ഈശോ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇടയൻ കരുണയുള്ളവരായിരിക്കണം. നമ്മളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വഴികളിൽ ഒരു വേള നമ്മളൊക്കെ മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടികളായിരുന്നിരിക്കണം. പ്രത്യേകിച്ച് പൗരോഹിത്യ പദവിയിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളൊക്കെ, സമർപ്പിത ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വന്നിരിക്കുന്ന മറ്റു വ്യക്തികളൊക്കെയും ഈ വലിയ ഔന്നത്യത്തിന് ഉള്ള അർഹതയില്ലാത്ത സാധാരണ വ്യക്തികളായിരുന്നിരിക്കണം. ജീവിത വഴികളിൽ വഴുതൽ വന്നിട്ടുള്ള, കാലിടറിയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അപ്പോൾ ഒക്കെ ഈ മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടിയെ അതൊന്നും കരുതാതെ, എവിടെയെങ്കിലും കാല് വഴുതിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കുറ്റമായി കരുതാതെ, ജീവിതത്തിൻ്റെ വഴികളിലെ ചെറിയ അപഭ്രംശമായി കണ്ട് കരുതലുള്ള കാരുണ്യമുള്ള ഇടയൻ നമ്മെ സ്വീകരിച്ചു. വ്യക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ വഴികൾ ഞാൻ 42 വർഷം പിന്നിട്ടു. ഞാനൊക്കെ സെമിനാറിൽ ചേരുന്ന കാലത്താണെങ്കിൽ പാലാരൂപതയിൽ വളരെ ധനാഢ്യരായ മാതാപിതാക്കളിൽ നിന്ന് മക്കളെ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള മക്കളെ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ പാലാരൂപതയിൽ. കാരണം ഇഷ്ടംപോലെ ദൈവവിളികളുണ്ടായിരുന്നു അക്കാലത്ത്. 10ാം തരം പാസ്സായപ്പോൾ വികാരച്ചനോട് ഞാൻ പറഞ്ഞു, സെമിനാരിൽ ചേർന്നാൽ കൊള്ളാമെന്ന്. അപ്പോൾ വികാരച്ചൻ പറഞ്ഞു, എടാ നിനക്കൊന്നും അഡ്മിഷൻ കിട്ടുകയില്ല, വെറുതെ പോകേണ്ട കാര്യമില്ല. എങ്കിലും അച്ഛൻ മനസ്സോടെ റെക്കമെൻഡേഷൻ തന്നു. ഞങ്ങളുടെ ഇടവകയിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ കൊടുത്തു. അവസാനം പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും, സാധാ കർഷകരായ അപ്പനും അമ്മയും, പഠിപ്പും പത്രാസുമില്ലാത്ത, വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത കുടുംബത്തിലെ എനിക്കാണ് തിരഞ്ഞെടുപ്പ് കിട്ടിയത്, എൻ്റെ കൂട്ടുകാരനല്ല. പിന്നീട് ഇങ്ങോട്ടുള്ള വഴികളിൽ പാലായിലും ആലുവ സെമിനാരിയിലും ഒക്കെ പഠിച്ച കാലങ്ങൾ ഇപ്പോഴും ഈ മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടിയെ കരുതിയ ഇടയനായ ഈശോയെ ഓർക്കുന്നു. സെമിനാരിയിൽ ജീവിച്ച കാലങ്ങളിലും സെമിനാരിയിൽ നിന്ന് പട്ടം കിട്ടിയ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു,
രൂപതയിൽ ഏറ്റവും കർശനക്കാരനായ വികാരിച്ചനെ എനിക്ക് കിട്ടിയത്. അപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നിൻ്റെ കാര്യം തീർന്നടാ, ഇനി നിനക്കിനി രക്ഷയില്ല, നിൻ്റെ ചീട്ട് വെട്ടിയെന്ന്. എന്നിട്ടും ആ അച്ഛൻ്റെ കൂടെ, വികാരിച്ചൻ്റെ കൂടെ 1 കൊല്ലം നല്ല അനുസരണയുള്ള കൊച്ചച്ഛനായി ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇടവക്കാർ പറഞ്ഞു, ഇത്രയും യോജിപ്പുള്ള ഒരപ്പനെയും മകനെയും കണ്ടിട്ടില്ല എന്ന്. വികാരിച്ചനെയും കൊച്ചച്ഛനെയും കണ്ടിട്ടില്ല. 1 കൊല്ലം കഴിഞ്ഞ് റോമിന് പഠിക്കാൻ പോവുകയും റോമിലെ ലോകപ്രസിദ്ധമായ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിലെ 1976 ബാച്ചിലെ ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും വാങ്ങിച്ച് ജയിച്ച അവസരത്തിൽ ഞാൻ ഓർത്തു, ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയെ ഇടയൻ എന്തുമാത്രം നെഞ്ചിലേറ്റി ഓമനിച്ചുവെന്ന്. 1976 വത്തിക്കാൻ കൗൺസിൽ കഴിയുന്ന കാലഘട്ടമാണ്. വൈദികരും സമർപ്പിതരുമെല്ലാം ഒരു പിടി തങ്ങളുടെ സമർപ്പിത ജീവിതം ഉപേക്ഷിച്ച് പുറത്തുപോയി. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും വാങ്ങിച്ച എനിക്ക് അന്ന് ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ചില സൂചനകളൊക്കെ മറ്റ് ചില മേഖലകളിൽ നിന്ന് കിട്ടുകയുണ്ടായി, എന്തിനാ തിരിച്ചു പോകുന്നത് എന്ന്. അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, എൻ്റെ രൂപതയുടെ ബിഷപ്പിൻ്റെ കരുണ കൊണ്ടാണ് എന്നെനിക്കറിയാമായിരുന്നു. അല്ലാതെ അറുന്നൂറ്റുമംഗലത്ത് ജനിച്ച എനിക്ക് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDയും ഗോൾഡ് മെഡലും വാങ്ങാനായിട്ട് ഒരിക്കലും സാഹചര്യം ഒരുങ്ങുമായിരുന്നില്ല. അപ്പം അതിനൊക്കെ എൻ്റെ കടപ്പാട് എൻ്റെ ദൈവത്തോട്, എൻ്റെ രൂപതയോട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ യാതൊരു സംശയവും കൂടാതെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. എത്രയും വേഗം 70 പോയിട്ട് 75 പഠനം നിർത്തി ഞാൻ തിരിച്ചു വന്ന് 71 അധ്യയന വർഷം ആലുവ സെമിനാരിയിലെ അധ്യാപകനായി. ഈ കാലയളവിൽ 31 വർഷം സെമിനാരിയിലെ അധ്യാപകനായി ജീവിച്ച കാലയളവിൽ സെമിനാരി പ്രൊഫസറായും കുട്ടികളുടെ ആനിമേറ്ററായും ഡിപ്പാർട്ട്മെൻറ്റ് തലവനായും ഇങ്ങനെ സെമിനാരിയിലെ എല്ലാ ഔദ്യോഗിക ഔന്നത്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുമ്പോഴും മനസ്സിലുണ്ടായിരുന്ന വികാരം എന്ന് ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ നിന്നെ നെഞ്ചിലേറ്റി ഓമനിച്ച നല്ല ഇടയൻ്റെ കാരുണ്യമാണെന്ന്. ഇന്നും രാമപുരം പള്ളിയുടെ വികാരിയായി ഞാൻ അജപാലന ശുശ്രൂഷ ചെയ്യുമ്പോഴും എന്നും രാവിലെയും വൈകുന്നേരവും മനസ്സിൽ ഉണരുന്ന വികാരം ഇത് തന്നെയാണ്. കരുണയുള്ള ഈ മുടന്തുള്ള ആട്ടിൻകുഞ്ഞ് നല്ല ഇടയൻ നെഞ്ചിലേറ്റി ഓമനിച്ചത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നതെന്ന്. അപ്പം നമുക്കൊക്കെ ഈ ഒരു ചിന്തയുണ്ടാകണം, നമ്മെ നെഞ്ചിലേറ്റി ഓമനിക്കുന്ന കരുണയുള്ള ഇടയൻ്റെ ഓർമ്മ. നല്ല ഇടയൻ നമുക്കറിയാം കളകളെയും വിളകളെയും ഒരുപോലെ വളരാൻ അനുവദിക്കുന്നവനാണ്. അവൻ്റെ മനസ്സിൽ കളകൾക്കും വിളകൾക്കും സ്ഥാനമുണ്ട്. നമ്മുടെ മനസ്സിലും അങ്ങനെ കളകൾക്കും വിളകൾക്കും സ്ഥാനമുണ്ടാകണം. ഒരു ഇടവക വികാരി എന്ന നിലയിൽ വിളകൾ മാത്രം, കളകൾക്കും ചാൻസ് കൊടുക്കണം നന്നാവാനായിട്ട്. ഞാൻ ഓർക്കുന്നു, ഒരു പുരാണ കഥ പറയാറുണ്ട്. ജ്ഞാനികൾ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണാൻ പുറപ്പെട്ടത് 4 ജ്ഞാനികളെന്നാണ് പറയപ്പെടുന്നത്, 3 പേരല്ല നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് പോലെ. 4ാമത്തെ ജ്ഞാനി വരും വഴികളിൽ കണ്ട പാവപ്പെട്ടവരുടെ ദുഃഖിതരുടെ ആകുലതകൾ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവർക്ക് കൊടുത്ത് സഹായിച്ച് ഒടുവിലെ പുൽക്കൂട്ടിലെത്തുമ്പോൾ അത് പുൽക്കൂടായിരുന്നില്ല, അത് കാൽവരിയായിരുന്നു. അപ്പോൾ 4ാമത്തെ ജ്ഞാനി
പുൽക്കൂടിലേക്ക് പുറപ്പെട്ടവൻ എത്തിച്ചേർന്നത് കാൽവരിയിലെ കുരിശിലെ ഈശോയെയാണ് കണ്ടത്. എന്നാലും അയാൾക്ക് ഈ ഉണ്ണിയെ കാണാൻ സാധിച്ചു, കാൽവരിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിച്ച നാലാമത്തെ ജ്ഞാനി തീർച്ചയാണ്. അവനാണ് ഇടയൻ്റെ വഴികളിൽ സഞ്ചരിച്ചവനെന്ന്. ആൻ ഫ്രാങ്ക് എന്ന ഒരു ജർമ്മൻകാരി പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട്. നാസി ഭീകരത ജർമ്മനിയിൽ അഴിഞ്ഞാടുമ്പോൾ ഒരു കൊച്ചു കുടുസുമുറിയിലിരുന്ന് 15 വയസ്സുകാരിയായ ആൻ ഫ്രാങ്ക് അവളുടെ ജീവിതകഥ എഴുതുകയുണ്ടായി. അത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ നാസി തടവറയിൽ കിടന്ന ആൻ ഫ്രാങ്ക് മരിക്കുന്നു. പിന്നീടത് പുസ്തകമായി പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ കഥകളിലൊന്നായിട്ട് ആൻ ഫ്രാങ്കിൻ്റെ ജീവിതകഥ മാറുകയുണ്ടായി. ആൻ ഫ്രാങ്ക് എഴുതിയൊരു വാചകമുണ്ട്: ചുറ്റിനും നാസി ഭീകരത അഴിഞ്ഞാടുമ്പോഴും ആൻ ഫ്രാങ്ക് എഴുതി വെച്ചു, Ich habe noch Trauen in Menschheit എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും മനുഷ്യത്വത്തിൽ വിശ്വാസമുണ്ട് എന്ന്. ഞാനിപ്പോഴും മനുഷ്യനിൽ വിശ്വസിക്കുന്നു, മനുഷ്യൻ്റെ നന്മയിൽ വിശ്വസിക്കുന്നു എന്ന്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പൗരോഹിത്യത്തെക്കുറിച്ച് എഴുതിയപ്പോൾ പാപ്പ പറഞ്ഞു, തിരുഹൃദയ സ്നേഹത്തിൽ നിന്നാണ് വൈദികത്വം പുറപ്പെടുന്നത് എന്ന്. ജോൺ മരിയ വിയാനിയുടെ വാചകമാണ്, തിരുഹൃദയത്തിൽ നിന്നാണ് പൗരോഹിത്യം പുറപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പ ഉദ്ദേശിച്ചത് തിരുഹൃദയ സ്നേഹത്തിൽ നിന്നാണ് ഒരു പുരോഹിതൻ പ്രചോദനം സ്വീകരിക്കേണ്ടതും ഒരു പുരോഹിതൻ ഉണരേണ്ടതുമെന്ന്. പുരോഹിതൻ കരുണയുള്ളവനാകണം, കാവലിരിക്കുന്നവനാകണം, കരുതലുള്ളവനാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് നല്ല ഇടയൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കണമെന്നാണ്. അവൻ ഈശോയെപ്പോലെ കരുതലുള്ളവനായിരിക്കണം, കാവലിരിക്കുന്നവനാകണം, കാരുണ്യമുള്ളവനാകണം. നല്ല ഇടയനെ പോലെ മുടന്തുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടിയെ നെഞ്ചോട് ചേർത്തണച്ച് ഉമ്മ കൊടുക്കുന്ന കാരുണ്യമുള്ള നല്ല ഇടയൻ. നമ്മളൊക്കെ ജീവിത വഴികളിൽ അവൻ്റെ ഈ കാരുണ്യം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളി മറ്റുള്ളവരോട് ഈ കരുതലും കാരുണ്യവും കാവലിരിക്കുന്നവരുമായി തീരുക എന്നുള്ളതാണ്. ആ വലിയ തിരിച്ചറിവിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മുൻപിൽ നല്ല ഇടയൻ്റെ മാതൃക വച്ച് തരികയുണ്ടായി. നല്ല ഇടയൻ കരുതലുള്ളവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും അങ്ങയുടെ ജീവിതത്തിലൂടെ. മറ്റുള്ള വേദനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അറിയുന്നവനായ കരുതലുള്ളവൻ, ശിഷ്യർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നവൻ, തൻ്റെ ജീവനെ അവഗണിച്ചുകൊണ്ട് കാവലിരിക്കുന്ന നല്ല ഇടയൻ, ഒടുവിൽ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന മുടന്നുള്ള മുറിവേറ്റ ആട്ടിൻകുട്ടിയെ നെഞ്ചിലേറ്റി ഓമനിക്കുന്ന നല്ല ഇടയൻ. ജീവിത വഴികളിൽ എപ്പോഴെങ്കിലുമൊക്കെ മുറിവേറ്റവരാണ് മുടന്തുള്ളവരായ ആട്ടിൻകുട്ടികളായ ഞങ്ങൾ. അങ്ങയുടെ ഔദാര്യം സ്വീകരിച്ചവരായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ഈ കാരുണ്യവും കരുതലും കാവലിരിക്കുന്നവരുമായി തീരുവാനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ആൾരൂപമായി ഞങ്ങൾ മാറട്ടെ. ഈ കാലഘട്ടത്തിലെ അങ്ങേ രാജഗണമായ ജനം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും തങ്ങളുടെ ഇടയന്മാരിൽ നിന്ന് ഈ ഒരു മനോഭാവമാണ്. ജീവിത വഴികൾ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ പൊറുക്കണമേ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.